രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണമുണ്ടായില്ലെന്ന് സമ്മതിച്ച് CPIM. തോൽവിക്ക് കാരണം ഏകോപനമില്ലായ്മയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാമർശം. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തെറ്റ്. ഹൈന്ദവ വർഗീയ ശക്തികളോട് മൃദു സമീപനമെന്ന പ്രതീതി നൽകി. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തതും തിരിച്ചടിയായി. നേതാക്കൾക്ക് പൊതുവേദികളിലും വാർത്താ സമ്മേളനങ്ങളിലും ജാഗ്രതക്കുറവുണ്ടായി. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായെന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അടിവരയിടുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ദേവൻ MP ചേരുന്നുണ്ട്. ദേവൻ, ചില വിവരങ്ങൾ മാത്രം നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് മാത്രമല്ല, രണ്ടാം ഭരണത്തിൽ പാർട്ടിക്ക് സർക്കാരിനുമേൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നതുകൂടിയാണല്ലോ കണ്ടെത്തൽ. എന്താണ് വിശദാംശങ്ങൾ? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ CPIM കേന്ദ്ര കമ്മിറ്റിയുടെ ഔദ്യോഗിക സൈറ്റിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലെ ചില വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതായിരുന്നു. എന്നാൽ കുറച്ചുകൂടി വിശദമായി ഈ റിപ്പോർട്ടിൽ എന്താണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ CPIM തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട തിരിച്ചടി എന്താണെന്ന് വിശദമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിലാണ് ഈ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് CPIM-ന് പാർട്ടിക്കും സർക്കാരിനും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു നിയന്ത്രണം നഷ്ടമായെന്നുള്ള കാര്യം CPIM തുറന്ന് സമ്മതിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള അവലോകന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിൽ പാർട്ടിക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. നേരത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിയും ഒപ്പം തന്നെ സർക്കാരും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. അതിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ പോഷക സംഘടനകളുടെ കൂടി അഭിപ്രായം അത് രൂപീകരിച്ചുകൊണ്ട് അത് സർക്കാരിലേക്ക് എത്തിക്കുകയും ആ രീതിയിൽ ജനങ്ങളുമായി, താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി ഒരു ബന്ധം പുലർത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഈ പറയുന്ന പോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. മാത്രമല്ല ഇത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന തോൽവിയിൽ ഒരു കാരണമായെന്നും ഈ റിപ്പോർട്ടിൽ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല ഈ പാർട്ടി ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ അനാവശ്യ വിവാദങ്ങൾ, കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരിക്കുന്ന അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു. മാത്രമല്ല നേതാക്കൾക്ക് പൊതുവേദിയിൽ ഉണ്ടായിരിക്കുന്ന ജാഗ്രത കുറവ് അത് പ്രധാനമായും എടുത്തു കാണിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കീഴ്ഘടകങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി അടക്കം നടക്കുന്ന വാർത്താ സമ്മേളനങ്ങളിൽ വലിയ രീതിയിൽ ഒരു വിമർശനം കീഴ്ഘടകങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. അത് വളരെ രൂക്ഷമായി. ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പാർട്ടിയിൽ നിന്നും വലിയ രീതിയിൽ ആളുകൾ അത് കേട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആളുകൾ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുമെന്ന് പല ഘടകങ്ങൾ, ഏരിയ കമ്മിറ്റികൾ അടക്കം സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നേതാക്കൾ പൊതുവായിട്ട് സംസാരിക്കുന്ന വേദിയിലും പ്രസംഗങ്ങളിലും എല്ലാം തന്നെ വലിയ ജാഗ്രത കുറവുണ്ടായെന്ന് പറയുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്ന് ആ വേദിയിൽ വെച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു കുറിപ്പ് വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ഈ പാർട്ടിക്ക് തിരിച്ചടിയായി. പ്രത്യേകിച്ചും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു വിമർശനം നേരത്തെ തന്നെ ഈ സർക്കാരും ഒപ്പം തന്നെ CPIM-ഉം നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്ത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ യോഗി ആദിത്യനാഥിന്റെ കുറിപ്പ് അന്ന് ആ വേദിയിൽ വായിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മാത്രമല്ല ഹൈന്ദവ വർഗീയ ശക്തികളോട് മൃദു സമീപനം എന്നൊരു പ്രതീതി അതുമൂലം ഉണ്ടാക്കാൻ സാധിച്ചു എന്നും പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. അന്ന് മറ്റൊരു വിഷയം വലിയ രീതിയിൽ ഒരു ചർച്ചയായ കാര്യമാണ്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും ഒരു കാറിൽ അന്ന് ആ വേദിയിലേക്ക് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ അന്ന് വിമർശനമായി. പക്ഷേ പിന്നീട് അതിനുശേഷം വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊന്നും തന്നെ പരസ്യമായി തള്ളി പറയാൻ CPIM തയ്യാറായിരുന്നില്ല. അത് പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിലയിരുത്തൽ. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം വ്യക്തി കേന്ദ്രീകൃതമായി നടന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അത് വലിയ രീതിയിൽ UDF മുതലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ CPIM-ഉം ഒപ്പം തന്നെ ഇടതുപക്ഷവും നേരിട്ടത്. അത് വലിയ രീതിയിൽ UDF ഒരു പ്രചരണായുധമാക്കി. അത് അവർക്ക് വലിയ രീതിയിൽ, UDF-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനും അത് സാധിച്ചു. മറ്റൊന്ന്, പോലീസിലും ഒപ്പം തന്നെ
ഉണ്ടായിരുന്ന ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു ഏകാധിപത്യ സ്വഭാവം നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല വിമർശനങ്ങളും സർക്കാരിന്റെ കാലത്ത് മുൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ഈ റിപ്പോർട്ടിലും ഇപ്പോൾ എടുത്തു പരാമർശിക്കുന്നുണ്ട്. പല മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു ഏകാധിപത്യ സ്വഭാവം ഉണ്ടായി. മാത്രമല്ല പല മന്ത്രിമാരുടെയും ഭരണത്തിൽ അത് ഈ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട്, അതായത് ഒരു ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഭരണം കടക്കുന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പല മന്ത്രിമാരും അവരുടെ വകുപ്പുകളിൽ ഭരണം നടത്തി എന്നുള്ളതും എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല ചില ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച കാര്യത്തിൽ കെ ശൈലജ അടക്കമുള്ളവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഈ സംസ്ഥാന സമിതിക്ക് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് ചില തിരിച്ചടികൾ ഉണ്ടായി. ആ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തന്നെ ചില പാളിച്ചകൾ ഉണ്ടായി. അത് നേരത്തെ തന്നെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അക്കാര്യം കൂടി ഈ കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂനപക്ഷപാതവും ആഡംബരവും ഒരു വിഭാഗം നേതാക്കളെയും അണികളെയും ബാധിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് നേതാക്കൾക്കിടയിൽ, മുതിർന്ന നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ശൈലി വ്യത്യാസം, മുൻപെല്ലാം തന്നെ ഈ ഇടതുപക്ഷ പാർട്ടികളുമായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി നിൽക്കുന്ന നേതാക്കൾക്കിടയിൽ ഒരു ലളിത ജീവിതം, അത്തരം ഒരു ചിത്രീകരണം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് തന്നെ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു ആഡംബര ശൈലിയിലുള്ള ഒരു ജീവിതം അത് വലിയ രീതിയിൽ പൊതുമധ്യത്തിൽ ചർച്ചയാവുകയും അത് പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ടെന്നും ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ വിലയിരുത്തുന്നുണ്ട്. ഏതായാലും CPM സംസ്ഥാന കമ്മിറ്റി നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പലതും ഈ പറയുന്ന പോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപായി തന്നെ കീഴ്ഘടകങ്ങളിൽ നിന്നും റിപ്പോർട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പലപ്പോഴും പല ഏരിയ കമ്മിറ്റികളും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാന കമ്മിറ്റി പലതും ഈ കീഴ്ഘടകങ്ങൾ ഉന്നയിച്ച പല കാര്യങ്ങളും തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സ്വയം വിമർശനപരമായി അതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നു. ഇനിയിപ്പോൾ സംഭവിക്കുക ഈ കാര്യം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. സ്വാഭാവികമായും കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയിൽ വരും. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇനിയൊരു മാറ്റം CPM-ൽ സംഭവിക്കുക. ഹർഷൻ.